നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ചേലക്കര ചെങ്കോട്ട തന്നെ വോട്ടിംഗ് മെഷീനിൽ ചേലത്തകര കരുതി വെച്ചത് UDF ക്യാമ്പുകളെ ഞെട്ടിക്കുന്ന ജനമനം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണനോട് ചേലക്കരയിൽ 5000-ഓളം വോട്ടിന് തോറ്റ രമ്യ ഹരിദാസ് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചത് 12201 വോട്ടുകൾക്ക്. UDF സംസ്ഥാന നേതൃത്വം തമ്പടിച്ച് പ്രചരണം നടത്തിയിട്ടും ജനമനം നേടാൻ കഴിയാതെ പോയതിൽ കടുത്ത നിരാശ. 9 പഞ്ചായത്തുകളിൽ ഒരിടത്തും രമ്യയ്ക്ക് ലീഡില്ല. ആവേശ സാഗരത്തിലാറാടി ഇടതു ക്യാമ്പുകൾ. സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരവുമില്ലെന്ന് CPM. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണന് ലഭിച്ച വോട്ടുകൾ ഗണ്യമായി കുറയ്ക്കാനായത് നേട്ടമെന്ന UDF. കരുത്തുകാട്ടി BJP. UDF കേന്ദ്രങ്ങളിലേക്ക് കടന്നുകയറി പാർട്ടി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും പടുകൂറ്റൻ വിജയവുമായി UDF. വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം. കന്നി തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വിജയം കുറിച്ചത് 4,80,036 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. 2024 രാഹുൽ ഗാന്ധിയുടെ 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷവും വയനാടിന്റെ പ്രിയങ്കരി മറികടന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്ക് നേടാനായത് 2,09,906 വോട്ട് മാത്രം. BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് 1,09,202 വോട്ട് നേടി. LDF ചരിത്രത്തിലെ ഏറ്റവും കുറവ് വോട്ട് വയനാട്ടിൽ പ്രിയങ്ക സ്ഥിരതാമസമാക്കും. വേലൂർ കുറുമാൽക്കുന്നിലെ ആയുർജാക്ക് ഫാമിന് ജലസംരക്ഷണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡും സംസ്ഥാന സർക്കാരിന്റെ ഷോണി മിത്ര അവാർഡും ഫാമിന്. കേരള ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും ഫാമിൽ സന്ദർശനം നടത്തി ജലസംരക്ഷണ മാതൃകകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. പാലക്കാട് BJP കോട്ടകൊത്തളങ്ങളിൽ മിന്നൽ ചുഴലിയായി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. നഗരസഭാ പരിധിയിൽ BJPക്ക് ഗണ്യമായി വോട്ട് കുറഞ്ഞു. 18,198 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുലിന്റെ മിന്നുന്ന വിജയം. രണ്ടാം സ്ഥാനത്ത് BJPയും മൂന്നാമതായി ഇടതു സ്വതന്ത്രൻ സരിനും. രാഹുലിന്റെ വിജയം വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചാണെന്ന CPMഉം BJPയും. മതേതരത്വത്തിന്റെയും കൂട്ടായ്മയുടെയും വിജയമെന്ന് രാഹുൽ. ചേലക്കരയിൽ നടന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടമെന്ന UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. UDFന്റെ ഉന്നത നേതാക്കളും പ്രവർത്തകരുമെല്ലാം നടത്തിയത് മികച്ച പ്രവർത്തനം. ഇടതു വോട്ടുകൾ ഗണ്യമായി കുറയ്ക്കാനായതായി രമ്യ. പരാജയത്തിൽ നിരാശയില്ല, സജീവ പ്രവർത്തകയായി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും വെളിപ്പെടുത്തൽ. സംസ്ഥാന നേതൃത്വവുമായി രമ്യ ചർച്ച നടത്തി. രമ്യയെ പാട്ടുപാടി കളിയാക്കി LDF പ്രവർത്തകർ. ചേലക്കരയിലെ ജനവിധി സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുടെ വ്യക്തമായ സൂചനയെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നുണപ്രചരണങ്ങൾ ജനം തള്ളിക്കളഞ്ഞെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ നെഞ്ചേറ്റിയതിന്റെ ഉത്തമ ഉദാഹരണമാണെന്ന് നിയുക്ത MLA UR പ്രദീപ്. സാധാരണക്കാരന്റെ ജീവിത പ്രയാസങ്ങളാണ് ഇടതുമുന്നണി പ്രചരണ വിഷയമാക്കിയതെന്നും അത് ജനം സ്വീകരിച്ചതായും വെളിപ്പെടുത്തൽ. കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞതായും K രാധാകൃഷ്ണൻ MP. ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന് കൈപ്പറമ്പിൽ ആവേശ തുടക്കം. ആർട്ടിമിസ് അക്കാദമിയിൽ വലിയ പോരാട്ടം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മികവുറ്റ താരങ്ങളെ സൃഷ്ടിച്ചെടുക്കുമെന്ന് പ്രിൻസ്. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുമെന്നും പ്രഖ്യാപനം. സമാപനം 25-ന് 250ഓളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഫിഷറീസ് വകുപ്പ്. കടലിൽ 16 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലായി വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വള്ളം കുടുങ്ങിയത്. രക്ഷപ്പെടുത്തിയത് 40 തൊഴിലാളികളെ.
ചേലക്കര നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ DMK-ക്ക് വലിയ ജനകീയ പിന്തുണ ലഭിച്ചതായി PV അൻവർ MLA. വെറും 13 ദിവസം മാത്രമാണ് സംഘടനയ്ക്ക് പ്രചരണത്തിന് ലഭിച്ചതെന്നും അൻവർ. 3920 വോട്ടുകൾ ലഭിച്ചത് ചെറിയ കാര്യമല്ലെന്നും മാധ്യമങ്ങളോട്. പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ചില്ലെന്ന് സ്ഥാനാർത്ഥി NK സുധീർ. കോലഴി തിരൂരിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഹിറ്റാച്ചി കയറ്റി വന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നത് ആശ്വാസം. പൈതൃക വാരാഘോഷം. തൃശൂർ കാഴ്ചബംഗ്ലാവിൽ ത്രിമാന തായമ്പക. കലാനിലയം ഉണ്ണികൃഷ്ണനും സംഘവും തീർത്തത് വിസ്മയം. 3 വാദ്യങ്ങളിലൂടെ തായമ്പക ഒരാൾ കൊട്ടി അവതരിപ്പിക്കുന്നത് ചരിത്രത്തിലാദ്യം.